ഇനി ദേവിയെ കാണുന്നതിനോടൊപ്പം ദേവി എന്റെ മുഖം കൂടെ ഒന്ന് കാണട്ടെ. അത് ദേവിക്കും കൂടെ ഐശ്വര്യവാ. വാ മോളെ. എന്തെങ്കിലും പറ്റിയോ മുത്തശ്ശി? ഒന്നും പേടിക്കടി. അവളെ ഒരു സർപ്പദൃഷ്ടിക്കാരിയാ മോനെ. എങ്ങോട്ട് അവളൊന്ന് സൂക്ഷിച്ചു നോക്കിയാലും അവിടെ പിന്നെ പുല്ലുപോലും മുളക്കത്തില്ല. നിന്നെ കണി കാണാതിരിക്കാൻ വേണ്ടിട്ടാ കരുണമോളെയും കൂട്ടിക്കൊണ്ട് മോളുടെ അച്ഛൻ സ്വന്തം വീട്ടിലോട്ട് പോയത്. അപ്പൊ കരുണമോൾ അമ്പലത്തിൽ വരുമെന്ന് അറിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഒരുത്തി പോയിരിക്കുവാ. എന്റെ കുഞ്ഞിനെ തള്ളി മറിച്ചിടാനായിട്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. മോന്റെ കൈക്ക് നല്ലോണം ചേരുന്നുണ്ട്. ആ അതെ അതെ ചേരുന്നുണ്ട്. വലിയ കാശുകാരനാ. സ്വന്തമായിട്ട് വാച്ചും ചെയിനും വാങ്ങിക്കാനുള്ള ആസ്തിയൊക്കെ ഉണ്ട് കണ്ണന്. എങ്കിലും വിഷുവായിട്ട് ഇതുപോലൊരു സമ്മാനം ഇവന് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? വിഷുവായിട്ട് ഉണ്ണീട്ടിന് എനിക്കൊന്നും വാങ്ങിയില്ലേ? ഞാൻ വിഷ്കൈനീട്ടം തരാനായിട്ട് ഒരു വെള്ളി രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അയാളുടെ ഒരു വെള്ളി രൂപ. വിഷുവായിട്ടൊരു 10 പവന്റെ മാലയെങ്കിലും വാങ്ങിത്തരേണ്ടതാ. അതോ ആദ്യത്തെ വിഷുവിന്. അതങ്ങ് വാങ്ങിച്ചോ മോളെ. ഭയഭക്തി പുരസരം കണ്ണിൽ വെച്ച് ഒഴിയുമോളെ. മോനെ, മോൻ വരുമെന്നറിഞ്ഞിട്ടേ വിഷുവായിട്ട് നല്ല ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ചിരട്ടപ്പൊട്ടും കടലക്കറിയും. ആ പിന്നെ എന്റെ മരുമോളെ കൊണ്ട് ഞാൻ തൊടിയിച്ചിട്ടേ ഇല്ല. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയേ. ഉണ്ണീട്ടം വാ. ആ ചെൽ. ഒരു വെള്ളി രൂപ തൊട്ട് കൊടുത്തപ്പോ മോളുടെ മുഖം മങ്ങിയത് അമ്മ കണ്ടില്ലേ? പിന്നെ കാണാതെ. ഓ, ഇപ്പൊ ഒരുത്തന്നെ ഒരുത്തിയെ സ്വർണം കൊണ്ട് മൂടിക്കാണും. ഇഷ്ടം പോലെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്താണ്. ഇവിടെ ഒരുത്ത ഇങ്ങനെ കയ്യും വീശി പോന്നു. ഒരു വെള്ളി രൂപ തൊട്ടും കൊണ്ട്. ഇനിയിപ്പൊ നമ്മളത് കുത്തിപ്പൊക്കണ്ട. അതുകൊണ്ടല്ലേ ഞാൻ ഒന്നും പറയാതിരിക്കുന്നേ. എന്നാലും ഒരു പവന്റെ സ്വർണ്ണമെങ്കിലും കൊണ്ടു കൊടുത്തുള്ളായിരുന്നു നമ്മുടെ മോക്ക്. അതിന് അവന്റെ കാശ് വേണ്ടേ? എല്ലാം മറ്റവനല്ലേ കൈകാര്യം ചെയ്യുന്നേ. അവന്റെ അമ്മയ്ക്കായിരുന്നു സ്വത്ത് കൂടുതലെന്നാ കേട്ടത്. എന്നുവെച്ചാ അതെല്ലാം കണ്ണനാണ് സ്വന്തം. ഇവിടെ എന്തൊക്കെയോ താളപ്പിഴകൾ ഉണ്ടമ്മേ. അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ ഓച്ചാരിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? വലിയൊരു കുടുംബക്കാരാണെന്നും പറഞ്ഞ അവിടോട്ട് കൊച്ചിനെ പറഞ്ഞു വിട്ടെ. ഇതിപ്പം ആ കുടുംബത്തിനകത്ത് കയറി മേയുന്ന മുഴുവൻ അവളാ. ഓഹോ, ലക്ഷ്മി. സാറേ, നീ വന്നോ? എന്താടാ? ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിലൊക്കെ പോയായിരുന്നു. ആഹാ, പോയോ? എടാ, നീ കൊടുത്ത വിഷുക്കോടി കൊടുത്തോണ്ടാണ് അവള് വന്നത്. അതിന് മാത്രം ചെറിയൊരു നിരാശ ഉണ്ടായി സർ. അവൾ ആ സാരിയല്ല കൊടുത്തത്. ആ പോട്ടെ, എന്തായാലും നിനക്കൊപ്പം വന്നല്ലോ. അല്ല, കണ്ണനുണ്ടായിരുന്നോ? ഏയ് ഇല്ല, അയാളെ ഒഴിവാക്കിയിട്ടാ വന്നത്. അതായത് കണ്ണനെ ഒഴിവാക്കിയിട്ട് നിനക്കൊപ്പം വന്ന് നിന്റെ കാമുകി ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ?
എടാ മണ്ട, അവള് ദൈവത്തോട് പറഞ്ഞത് കണ്ണനെ ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിന്നെ തരണമെന്നായിരിക്കും. എന്ന് വെച്ച അവളുടെ മനസ്സിലെ ഇപ്പോഴത്തെ കണ്ണിലുണ്ണി നീയാ. അങ്ങനെ എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ പിന്നെ ഇന്ന് നീ കൊടുത്ത സാരി അവൾ ഉടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയൂ? എടാ, അങ്ങനെ അന്യപുരുഷൻ കൊടുത്ത സാരി വിഷുവിന്റെ അന്ന് അവൾ ഉടുത്താല് എടാ കണ്ണൻ അവളെ സംശയിക്കത്തില്ലയോ? ആ അതുകൊണ്ടാ അവള് നിന്നെ ഒന്ന് നിരാശപ്പെടുത്തിയത്. എന്നാലും കണ്ണനെ ഒഴിവാക്കിയിട്ട് അവൾ ഈ വിഷുവിന് നിനക്കൊപ്പം വന്നെങ്കിൽ എടാ അടുത്ത വിഷുവിന് നിനക്കൊപ്പം അവളും കാണൂടാ. ആ എടാ എന്റെ നാക്കേ കരുനാക്ക. എടാ ഇത് പിഴക്കില്ല. പിന്നൊരു കാര്യം, എന്റെ കരണത്ത് ആദ്യമായി തല്ലിയ പെണ്ണാണ് മഹാലക്ഷ്മി. അതുകൊണ്ട് അവൾക്കതിന്റെ ശിക്ഷ കിട്ടണം. ഇപ്പൊ ഒരു കുഞ്ഞിനെ വേണോന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാ പിന്നെ ഒന്നും ആലോചിക്കരുത്, അവളെ അവളുടെ പാട്ടിനെ വിട്ടേക്കണം. പോട്ടെ, അവള് ജനിക്കുന്ന കുഞ്ഞുമായിട്ട് എവിടെയെങ്കിലും തെണ്ടി തിരിയട്ടെ. ഇല്ലടോ, അവളെപ്പോലൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അവളെ ഞാൻ വിട്ട് കളയില്ല. താനെന്നല്ല, തൻ്റെ അപ്പൻ പറഞ്ഞാലും ശരി. എന്താടാ നീ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല. ഓ, അതിന്റെ ഇടയിൽ അവളുടെ മുഖം ആലോചിച്ചതാ. അതിങ്ങനെ കൊത്തി വലിക്കുന്നുണ്ടല്ലേ? മനസ്സിലായി മനസ്സിലായി. ഞാൻ അടുത്ത മാസം വരാടി. ആ നീ ഇപ്പൊ അവിടെയാണോ? ശരിയടി, ആരോ വന്നു തോന്നുന്നു. എത്തിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ എടുത്തി? ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. ആശ്വാസമായി മോളെ. മോള് വീണെന്നറിഞ്ഞപ്പോഴേ നെഞ്ചിനകത്ത് തീയുമായിട്ടാ ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നത്. എന്റെ കുഞ്ഞു പോവാൻ വേണ്ടി ഇവിടെ ഒരുത്തി പ്രാർത്ഥിച്ചു കാണും. അതുകൊണ്ടാണല്ലോ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ തന്നെ ഞാൻ വീണത്. ആ അതൊക്കെ പോട്ടെ, ഉണ്ണിയേട്ടന്റെ കയ്യിലേക്ക് നോക്കിയേ. അയ്യോ, ഇത് ഗോൾഡൻ വാച്ച് ആണോ? അമ്മായച്ചൻ മരുമോന് കൊടുത്ത വിഷുക്കൈ നീട്ടോ. എടാ, ഇതെല്ലാം ഗോൾഡ് ആണോ? അതെന്ത് ചോദ്യം അമ്മേ? ഒറിജിനൽ 916. അയ്യോ, കൊള്ളാം മോനെ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അതെ 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 ഉണ്ണിയേട്ടാ. അയ്യോ, നോക്കടാ മോനെ, പ്രതാപനെ ഉണ്ണിക്ക് കൊടുത്ത വിഷുക്കൈ നീട്ടോ. കാണിക്കടാ. ഏട്ടാ, കൊള്ളാലോ. ഏത് ജ്വല്ലറിന്ന് വാങ്ങിയത്? ഏതായാലും നമ്മുടെ ജ്വല്ലറി നല്ല. നമ്മുടെ ജ്വല്ലറിന്ന് വാങ്ങിയിരുന്നെങ്കിൽ പണിക്കൂലി കുറച്ച് കൊടുക്കായിരുന്നു. ഓ, അതിന്റെ ഒന്നും ആവശ്യം എന്റെ അച്ഛനും മുത്തശ്ശിക്കൊന്നും ഇല്ല. നക്കാപ്പിച്ച പണിക്കൂലി കുറവിന് വേണ്ടി ചെറിയ ജ്വല്ലറിയിലൊന്നും ഞങ്ങള് പോവാറില്ല. കമലേശ്വരം ജ്വല്ലറി അത്ര ചെറുതൊന്നുമല്ല, നാട്ടിലതിന് നല്ല പേരാ. ആ എടാ മോനെ, നിനക്ക് സമ്പത്ത് ഒരുപാടുണ്ടെങ്കിലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഇതുപോലുള്ള സമ്മാനങ്ങൾ കിട്ടണമെങ്കിൽ ഭാര്യമാർക്ക് അതുപോലെ ബന്ധുബലം വേണം. അതമ്മേ അങ്ങനെ പറഞ്ഞത്? കരുണയുടെ അച്ഛൻ ഇയാളുടെ രണ്ടാനച്ഛനല്ലേ? ഇവരുടെ രണ്ടാളുടെയും അമ്മ ഒന്നല്ലേ? എന്നിട്ടും കരുണയോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശം പോലും കരുണയുടെ അച്ഛൻ മഹിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വേണം കരുതാൻ. എന്റെ അച്ഛൻ ഒരു കുഴപ്പമില്ല. അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന പോലെ സമ്മാനം കൊടുക്കാൻ എന്റെ അച്ഛൻ അറിയാം. എന്നാ ഇന്ന് വിഷുവായിട്ട് എനിക്ക് സ്വർണം കിട്ടിയില്ല, വെള്ളി കിട്ടി. ഒരു വെള്ളി രൂപ. അതെന്റെ ഭാര്യയാണ് വിഷു കഴിഞ്ഞിട്ടും തന്നത്. അതാണ് എന്റെ ഏറ്റവും വലിയ സമ്മാനം. അതെ, ഈ വർഷം നന്നായിട്ട് അത് പറഞ്ഞാ മതി കേട്ടോ.
രാവിലെ തന്നെ ഒരു പാർട്ടി വിളിച്ചിരുന്നു. 10 കോടിയുടെ വില്ല പ്രോജക്റ്റിനെ കുറിച്ച് പറയാൻ. കമലേശ്വരം കൺസ്ട്രക്ഷനിൽ ഇന്ന് ലഭിച്ചത് കോടികളുടെ ബിസിനസ്സാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് വെള്ളി രൂപ വാങ്ങിയ ശേഷം വന്ന ആദ്യത്തെ ഓർഡർ അത്. ഇന്ന് തന്നെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇയാളുടെ കൈനീട്ടം മോശമാണെന്ന് ഇയാളോട് അസൂയ ശത്രുത ഉള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാത്തവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വെറുതെ ഇനി ഇന്നത്തെ ദിവസം തർക്കമൊന്നും വേണ്ട കണ്ണേട്ടാ. എനിക്ക് കണ്ണേട്ടന് മരുന്ന് കുറുക്കാനുണ്ട്. ദേ കണ്ണാ, അതെ, മരുന്ന് കുറുക്കുന്നതൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കഴിച്ചാ മതി. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ വീട്ടിലുള്ള മറ്റാരും മരുന്ന് കുറുക്കി തന്നാലും ഞാനൊന്ന് സംശയിച്ചേനെ. കാരണം എന്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് നിങ്ങളുടെയൊക്കെ സ്വഭാവം ഒരു പരിധിവരെ മനസ്സിലാക്കി തുടങ്ങിയത്. നേരത്തെ എനിക്ക് അത്ര വലിയ അഭിപ്രായമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പൊ എനിക്ക് കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ടാരും ഒരുപാടൊന്നും സംസാരിക്കണ്ട. ഇയാളെന്താ ഇങ്ങനെ? നീ ഒരുപാട് വട്ടം ചോദിച്ചാണല്ലോ കരണേ, ഇയാളെന്താ ഇങ്ങനെയെന്ന്. അയാൾ അങ്ങനെയാ. അത് അറിഞ്ഞു വെച്ചുകൊണ്ടേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ. കേട്ടില്ലേടാ മോനെ അവൻ പറഞ്ഞിട്ട് പോയത്? 10 കോടിയുടെ ബിസിനസ് കിട്ടിയെന്ന്. 10 കോടിയെങ്കിൽ അതിനകത്ത് ഒരു 2-3 കോടിയെങ്കിലും ലാഭമാ. അവൻ അധിക ലാഭം എടുക്കാത്തോണ്ടാ ഞാൻ അത് പറഞ്ഞത്. അല്ലെങ്കിൽ പകുതിയും ലാഭമാ. ഇതൊക്കെ ഇനി അവൾക്ക് കൂടി അവകാശപ്പെട്ടതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ സങ്കടം. മിക്കവാറും ഈ സാഗർ കണ്ണേട്ടന്റെ പ്രതീക്ഷകൾ തെറ്റിക്കും. അയാൾ അവരെയും കൊണ്ട് പോവും. അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്റെ ഭഗവാനെ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നെയ്യഭിഷേകവും പാലഭിഷേകവും ഒക്കെ നടത്തുമായിരുന്നു. മരുന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? മരുന്ന് കൊടുത്താ ഉടനെ മാറുന്ന അസുഖമല്ലല്ലോ കണ്ണേട്ടന്. മനസ്സ് നന്നാവാതെ ഒരു മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. ഇതിനു മുമ്പും കണ്ണേട്ടന് ഒരുപാട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അന്ന് അമ്മയായിരുന്നല്ലോ കൊടുത്തോണ്ടിരുന്നത്. അമ്മയുടെ മനസ്സ് നന്നാവാത്തോണ്ടാണോ അസുഖം മാറാതിരുന്നത്? ഇവള് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. അതെ അതെ, സംസാരിക്കാൻ അറിയാവുന്ന ഒരുത്തന്റെ കൂടെ കൂടിയപ്പോഴേ ഇവക്ക് ഭയങ്കര സംസാരമാ. ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയും തുടങ്ങണ്ട. അയാള് പറഞ്ഞിട്ടുണ്ടാവും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതിന് തക്കതായ മറുപടി കൊടുക്കണമെന്ന്. അത് കേട്ടിട്ടെ നിന്റെ നാവിന്റെ നീളം കൂട്ടണ്ട. ഞാൻ എന്നോട് പറഞ്ഞതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ഈ മറുപടിയൊന്നും നമ്മുടെ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് ഞാൻ എന്റെ അമ്മയെ അനുസരിച്ചാ ജീവിച്ചത്. ഇപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞു. ഇനി കണ്ണേട്ടൻ പറയുന്നത് കേട്ടാ ഞാൻ ജീവിക്കേണ്ടത്. അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോ ആരുടെ മുന്നിലും പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന കരുതണ്ട. ഇനിയിപ്പോ കണ്ണം പറയുന്നത് മാത്രം അനുസരിച്ചാണോ ജീവിക്കുന്നത്? അതോ ആ സാഗർ പറയുന്നതും കേൾക്കുന്നുണ്ടോ? ആരെന്ത് പറഞ്ഞാലും ന്യായമായ കാര്യങ്ങളാണെങ്കിൽ ഞാൻ കേൾക്കും. സാഗർ എനിക്ക് എന്റെ കൂടെപ്പിറപ്പിനെ പോലെയാ. ഒരാങ്ങളെ ഇല്ലാത്ത ഞാൻ ആ സ്ഥാനത്താ സാഗറിനെ കാണുന്നത്. അതെ അതെ, ഞങ്ങളും പലതും കാണുന്നുണ്ട്. നിങ്ങളൊക്കെ കാണുന്ന കാഴ്ചയല്ല ഞാൻ കാണുന്നത്. അതുപോലെ തന്നെയാ എന്റെ കണ്ണേട്ടനും. സാഗറിനൊപ്പം ഞാൻ സഞ്ചരിക്കുന്നത് കണ്ണേട്ടന്റെ സമ്മതത്തോടെയാ. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. അപ്പോഴേ നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
നാട്ടുകാരല്ല എന്നെ സംരക്ഷിക്കുന്നത്. അവരല്ല എന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് അവരെ ഒന്നും എനിക്ക് ബോധിപ്പിക്കാനില്ല. മോളെ, അവള് രണ്ടും കൽപ്പിച്ചാണല്ലോ. അവളിപ്പോ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ അവളുടെ മുഖത്തുനിന്ന് ചോര പൊടിഞ്ഞേനെ. കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് അച്ഛനിപ്പോ തലക്കടിച്ചേനെ. ഞാനും അങ്ങനെ തന്നെയാ. ഇവിടെ ഒരു തമ്പുരാൻ ഉണ്ടായിപ്പോയി. വീൽ ചെയറിലിരിക്കുന്ന തമ്പുരാൻ. ഞാൻ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല മോനെ. ആ സാഗറുണ്ടല്ലോ, അവനും നിന്റെ ഏട്ടത്തി തമ്മില് ഇപ്പൊ വലിയ അടുപ്പത്തില്ല. അതെനിക്കറിയാം. ഏട്ടത്തി വൈകി വരുമ്പോഴൊക്കെ സാഗറിന്റെ ഒപ്പം പോകുന്നൊക്കെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും സംശയിക്കുന്നത്. എന്നാ കേട്ടോ, അധികം വൈകാതെ അങ്ങനെ ഒരു വാർത്ത നമുക്കൊക്കെ കേൾക്കാൻ പറ്റും. അത് സാഗർ നമ്മളെയൊക്കെ കേൾപ്പിക്കും. എടാ മോനെ, ഞാൻ നിന്നോട് സൂചിപ്പിച്ചില്ലായിരുന്നോ, സാഗർ എന്ന് പറയുന്നത് എന്റെ സൃഷ്ടിയാ. ഞാൻ അവനെ വിലക്കെടുത്തത് മഹാലക്ഷ്മിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാ. അല്ല, അതിനവന് കഴിഞ്ഞിട്ടുമുണ്ട്. എങ്കിലും അവനെ നീയും കരുണയൊക്കെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? എടാ, ഇപ്പൊ നിന്റെ ഭാര്യ അമ്മയാവാൻ പോകുന്നത് മഹാലക്ഷ്മിയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരമ്മയാവാൻ അവളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തില് അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നീയും നിന്റെ ഭാര്യയും ചേർന്ന് വളർത്തിക്കൊണ്ടേയിരിക്കണം. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചു കഴിഞ്ഞാൽ അവൾ ഉറപ്പായും പറന്നു പോകാൻ തിടുക്കം കാണിക്കും. ആർക്കൊപ്പം? സാഗറിനൊപ്പം. സാധാരണ ഒരു ഓഫീസ് സ്റ്റാഫിനോടുള്ള അടുപ്പമല്ല സാഗറിനോട് അവർ കാണിക്കുന്നത്. എടാ, ഇപ്പം മഹാലക്ഷ്മിയുടെ ഉള്ളില് കണ്ണൻ ഉണ്ടോ എന്ന് ചോദിച്ച ഉറപ്പായും ഉണ്ടെന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. എങ്കിലും അവളുടെ മനസ്സില് കണ്ണന് മുകളിലാണ് ഇപ്പൊ സാഗറിന്റെ സ്ഥാനം. അതാണ് നമ്മൾ ചൂട് പിടിപ്പിക്കേണ്ടത്. കണ്ണൻ പെണ്ണ് കെട്ടത്തില്ലെന്നാ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പൊ കെട്ടിയാലും ശരി, നമുക്കൊക്കെ അടിമയാക്കാൻ പറ്റുന്ന ഒരുത്തിയായിരിക്കും അവന്റെ പെണ്ണായിട്ട് വരുന്നെന്നൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ സങ്കല്പം. അങ്ങനെയാ എന്റെ അച്ഛൻ മണ്ടത്തരം കാണിച്ചത്. കരുണയ്ക്കൊപ്പം മഹാലക്ഷ്മിയും കമലേശ്വരത്തേക്ക് വന്നത് അവൾ ആ വീട്ടിൽ വെറൊരു ജോലിക്കാരിയാവുമെന്ന് കരുതിയിട്ട. എന്നാൽ ഇപ്പം കമലേശ്വരം ഫിനാൻസിയേഴ്സും കണ്ണന്റെ ബിസിനസ്സും ഒക്കെ ഭരിക്കുന്നത് അവളും കൂടിയാ. ആ ഭരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ വെറും കൂലിക്കാരായി പോകൂടാ. കണ്ണന്റെ കമ്പനിയിലെ കൂലിക്കാര്. മേഘേട്ടൻ ആഞ്ഞു ശ്രമിച്ചോ, എന്തിനും ഏതിനും ഞാനുണ്ട് കൂടെ. മേഘേട്ടനെ പോലെ തന്നെ എനിക്കുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ. അതുമാത്രമല്ല, കരുണയുടെ മുന്നിൽ ഒരു വില വരണമെങ്കിൽ അവളുടെ ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയേ പറ്റൂ. അങ്ങനെ കണ്ണേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അവർ പോയി കഴിഞ്ഞാൽ അയാൾ ഒരു പാഠം പഠിക്കും മേഘേട്ട. ഇപ്പൊ എന്റെ ഭാര്യയുടെ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അയാൾ എന്നെ കരുണയുടെ മുന്നിൽ വെച്ച് ഒരുപാട് കൊച്ചാക്കുന്നുണ്ട്. അതിനൊക്കെ മഹാലക്ഷ്മി എന്ന ഭാര്യയെ അയാളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് പ്രതികാരം ചെയ്യാൻ. മേഘേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ ഉണ്ണേട്ടാ? സാഗർ അവൾക്ക് ആങ്ങളെയാണെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് മറ്റുള്ളവരുടെ കണ്ണു മൂടിക്കെട്ടാനുള്ള അടവാണ്. ശരിക്കും അവനോട് അവൾക്ക് പ്രേമമാണ്. അല്ലെങ്കിലേ എല്ലാവരും സംശയത്തോടെ നോക്കുമ്പോ അവൾ അവന്റെ പിന്നാലെ കറങ്ങി നടക്കൂ. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അറിഞ്ഞതിൽ പിന്നെ അവരാകെ അപ്സെറ്റാ. നിന്നെക്കാൾ മുന്നേ ഒരു കുഞ്ഞിനെ ലാളിക്കേണ്ടത് അവരല്ലേ?
ആ ആഗ്രഹത്തെ ചൂട് പിടിപ്പിക്കണമെന്നാണ് മേഘേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചൂട് പിടിപ്പിച്ചാലേ അവളുടെ മനസ്സിന് ഇളക്കം തട്ടും. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ അവൾ സാഗറിനൊപ്പം പോവും. ആദ്യമൊക്കെ അവരൊരു പാവാണെന്നാണ് കരുതിയത്. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ നാവിന്റെ ശക്തി കൂടുന്നുണ്ട്. ഇന്ന് എന്റെയും അമ്മയുടെ നേർക്ക് നേരെ നിന്നാ അവൾ സംസാരിച്ചത്. എന്തൊക്കെയോ നേടിയ ഭാവം അവൾക്ക്. എല്ലാം ആ കണ്ണേട്ടന്റെ ബലത്തിലാ. അതുകൊണ്ട് അവള് കാരണം അയാൾ കരയണ ഉണ്ണിയേട്ടാ. തേനെ പാലേന്ന് പറഞ്ഞു കൊണ്ടു നടന്നത് തനി പാമ്പിനെയാന്ന് അയാൾക്ക് തോന്നണം. സ്നേഹം തലയ്ക്ക് പിടിച്ച എന്തും കൊടുക്കുന്ന കൂട്ടത്തിലാ കണ്ണേട്ടൻ. ഇനി കണ്ണേട്ടൻ അങ്ങേർക്കുള്ളതെല്ലാം അവരുടെ പേരിൽ എഴുതി വെക്കുന്നതിന് മുമ്പ് അവർ ഈ വീടിന്റെ പടി കടന്ന് പോയേ പറ്റൂ. അത് നമ്മുടെ മാത്രമല്ല, മേഘേട്ടന്റെയും എന്റെ അമ്മയുടെയും അമ്മാവന്റെയും മഞ്ജുവിന്റെയും ഒക്കെ ആഗ്രഹം അത് തന്നെ.